വിവരങ്ങൾ വരും. നിലവിൽ അല്പസമയത്തിനകം തന്നെ കോവിഡ് കണക്കുകൾ വരും. നിലവിൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ 4 ദിവസവും തുടർച്ചയായി കോവിഡ് രോഗികളുടെ എണ്ണം 50,000 കടന്നിരുന്നു. കഴിഞ്ഞ ദിവസം TPR 49.89 എന്ന നിലയിൽ, അതായത് 50-ന് അടുത്ത്, ഏറ്റവും അടുത്തേക്ക് TPR എത്തിയിരുന്നു. വലിയ രീതിയിൽ കോവിഡ് കേസുകൾ സംസ്ഥാനത്ത് ഉയർന്നു തന്നെ തുടരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും അവലോകന യോഗവും ഇതേ സമയം തുടരുന്നുണ്ട്. അവലോകന യോഗ തീരുമാനങ്ങളും അല്പസമയത്തിനകം തന്നെ വരും. പ്രത്യേകിച്ച് കൂടുതൽ നിലവിലെ നിയന്ത്രണങ്ങളിൽ കാര്യമായ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഒരുപക്ഷെ വാരാന്ത്യ ലോക്ക്ഡൗൺ മാത്രമായിരിക്കും, വാരാന്ത്യ കർഫ്യൂ മാത്രമായിരിക്കും മാറ്റാൻ സാധ്യതയെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും അതിൻ്റെ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ വരും. കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട C കാറ്റഗറി വിഭാഗത്തിൽ ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട്. എന്തായാലും അവലോകന യോഗം തുടരുന്നുണ്ട്. തിയേറ്ററുകളടക്കം തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സിനിമാ സംഘടനകൾ ആരോഗ്യമന്ത്രിക്കടക്കം നിവേദനം നൽകിയിട്ടുണ്ട്. എന്തായാലും അക്കാര്യങ്ങളും ഇന്ന് യോഗത്തിൽ ചർച്ചയാകുന്നുണ്ട്. എന്തായാലും യോഗം പുരോഗമിക്കുന്നു. അല്പസമയത്തിനും തന്നെ കോവിഡ് കണക്കുകളും വരും. എന്തായാലും എത്രയാകും? കാരണം കഴിഞ്ഞ തുടർച്ചയായ 4 ദിവസവും 50,000-ന് മുകളിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ കണക്ക് എത്തിയിരുന്നു. തിരുവനന്തപുരത്ത് ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ കോവിഡ് രോഗികളുടെ എണ്ണം ഉയർന്നെങ്കിൽ അതിനുശേഷം തിരുവനന്തപുരത്ത് കുറഞ്ഞു തുടങ്ങുകയും എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. കോവിഡ് കണക്കുകൾ വന്നു. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് കുറവാണ് ഇന്നത്തെ കോവിഡ് രോഗികളുടെ എണ്ണം. ഇന്ന് 42,154 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 99,410 സാമ്പിൾ പരിശോധിച്ചു. എന്തായാലും TPR-ഉം കുറഞ്ഞിട്ടുണ്ട്, 45-ൽ താഴേക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസം നൽകുന്നതാണ്. എറണാകുളത്താണ് കൂടുതൽ രോഗികൾ. ഇന്നും 9,453 പേർക്കാണ് എറണാകുളം ജില്ലയിൽ നിന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. തൃശ്ശൂരിൽ 6,177-ഉം കോഴിക്കോട് 4,074 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്ത് കുറേ ദിവസങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്തെ കോവിഡ് രോഗികളുടെ എണ്ണം 5,000-ൽ താഴെ എത്തിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് 3,271 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കോട്ടയത്ത് 2,840-ഉം കൊല്ലത്ത് 2,817-ഉം പാലക്കാട് 2,718-ഉം മലപ്പുറത്ത് 2,463 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ആലപ്പുഴയിൽ 2,074, കണ്ണൂരിൽ 1,572, ഇടുക്കിയിൽ 1,451, പത്തനംതിട്ടയിൽ 1,338, വയനാട് 1,062, കാസർഗോഡ് 844 എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിലെ കോവിഡ് രോഗികളുടെ എണ്ണം. നിലവിൽ രോഗമുക്തി നേടിയവരുടെ എണ്ണം 38,458. തിരുവനന്തപുരത്താണ് കൂടുതൽ പേർ ഇന്ന് രോഗമുക്തി നേടിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം ഉമേഷ് ഉറ്റുനോക്കുന്നത് C കാറ്റഗറിയിലുള്ള തിരുവനന്തപുരത്ത് കൂടുതൽ ഇളവുകൾ ഉണ്ടാകുമോ പുതിയ സാഹചര്യത്തിൽ എന്നുള്ളൊരു ചോദ്യമായിരുന്നു. അപ്പം തൃശ്ശൂർ അടക്കം കൂടുതൽ ജില്ലകൾ C കാറ്റഗറിയിലേക്ക് വരുമോ എന്നുള്ള കാര്യം, കാറ്റഗറി അനുസരിച്ച് ഒരു റിവിഷനുള്ള ഒരു സാധ്യത അത് ഏത് രീതിയിലാണ് കാണേണ്ടത്? അപർണ, യോഗ തീരുമാനങ്ങളുടെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ തുടരുന്ന വാരാന്ത്യ കർഫ്യൂ, അതിൽ മാറ്റമുണ്ടായിരിക്കുന്നില്ല. ഞായറാഴ്ച നിയന്ത്രണം അത് അതേ രീതിയിൽ തുടരും. അന്താരാഷ്ട്ര യാത്രക്കാർക്കുള്ള ക്വാറന്റൈൻ അത് വീണ്ടും പുനഃപരിശോധിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ കൂടുതൽ ഇളവുകൾ നൽകേണ്ടതില്ല. നിലവിൽ A-B-C കാറ്റഗറികൾ തിരിച്ചാണ് ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും ആ ഇളവുകളിൽ കാര്യമായ മാറ്റം വരുത്തേണ്ടതില്ല, ആ നിയന്ത്രണങ്ങളിൽ കാര്യമായ മാറ്റം വരുത്തേണ്ടതില്ല എന്നാണ് ഇപ്പോൾ അവലോകന യോഗ തീരുമാനമായി വന്നിരിക്കുന്നത്. എന്തായാലും കൂടുതൽ തീരുമാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പുറത്തു വരാനുണ്ട്. എന്തായാലും നിലവിൽ ഏറ്റവും പുതുതായി കിട്ടുന്ന വിവരം ഇതാണ്. ഞായറാഴ്ച കർഫ്യൂ തുടരും. നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ഇളവുകൾ നൽകേണ്ടതില്ല. ഒരുപക്ഷെ അന്താരാഷ്ട്ര യാത്രക്കാർക്കുള്ള ക്വാറന്റൈൻ കാര്യത്തിൽ ഒരു പുനർചിന്തനം ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്തായാലും സാഹചര്യങ്ങൾ ഈ ഒരു രീതിയിൽ സ്വാഭാവികമായി കഴിഞ്ഞ 4 ദിവസവും തുടർച്ചയായി കോവിഡ് രോഗികളുടെ എണ്ണം, പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 50,000 കടന്നിരുന്നു. TPR ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്തായാലും കൂടുതൽ ഇളവുകൾ നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ അവലോകന യോഗം എത്തിച്ചേർന്നിരിക്കുന്നത്. അപർണ. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കോവിഡ് അവലോകന യോഗത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി പുറത്ത് വരികയാണ്. ഏതായാലും 42,000-ൽ പരമാണ് ഇന്നത്തെ കോവിഡ് രോഗികളുടെ എണ്ണം. ഇന്ന് 42,154 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. 38,458 പേർക്ക് രോഗമുക്തി നേടിയിട്ടുണ്ട്. അതോടൊപ്പം ഏകദേശം തത്തുല്യമായ ഒരു കണക്കിന് അടുത്തോട്ട് വരുമ്പോൾ അത് ഒരു ആശ്വാസകരമായ
കണക്കുകൾ തന്നെയാണ്. അതിൽ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി സനോജ് ചേരുന്നു. ഇന്നത്തെ കണക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെ 9453 എന്നൊരു കണക്ക്. സനോജ്, കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏത് രീതിയിൽ TPR അത് എങ്ങനെയാണ് കാണേണ്ടത്? കാര്യമായ കുറവുകൾ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. ഏറ്റക്കുറച്ചിലുകൾ ഒന്നും ഉണ്ടാവാതെ തന്നെ കഴിഞ്ഞ ദിവസത്തിന് സമാനമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇന്നത്തെ കണക്കുകൾ എന്ന് വേണം പറയാൻ. കാരണം ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ചയാകുമ്പോൾ സ്വാഭാവികമായും പൊതുവെ സാമ്പിളുകളുടെ കളക്ഷൻ അയക്കുന്ന സാമ്പിളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാവാറുണ്ട്. ഇന്നലെ അത്തരത്തിലുള്ള കുറവുണ്ടായിരുന്നു. 17,500 പരം സാമ്പിളുകളാണ് ഇന്നലെ പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത്. അതിലാണ് ഇന്ന് 9,000 പരം ആളുകൾക്ക് രോഗം സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം 20,084 പേർക്ക് 84 പേരുടെ പരിശോധനാ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചപ്പോൾ 11,104 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തൊട്ടടുത്ത ദിവസമാണെങ്കിൽ 19,000 പരം ആളുകളുടെ സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 9,700 സംതിങ് ആളുകൾക്ക് രോഗം സ്ഥിരീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇന്നലെ 17,000 പരം ആളുകളുടെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചപ്പോഴാണ് ഇന്ന് അതിന് സമാനമായ രീതിയിലുള്ള കണക്കിലേക്ക് കോവിഡ് രോഗികളുടെ എണ്ണം എത്തിയിട്ടുള്ളത്. എന്തായാലും രോഗികളുടെ എണ്ണത്തിൽ യാതൊരു കുറവും ഉണ്ടാവുന്നില്ല. എന്നാൽ വലിയ തോതിലുള്ള വർധനവ് കഴിഞ്ഞ 3 ദിവസത്തിനിടയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഏറെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഈ കോവിഡ് ബാധിച്ച് ചികിത്സ തേടുന്ന രോഗികളുടെ എണ്ണത്തിലും അതായത് ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികളുടെ എണ്ണത്തിലും കാര്യമായ വർധനം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 50% കിടക്കകൾ, സ്വകാര്യ ആശുപത്രികളിലെ 50% കിടക്കകൾ കോവിഡ് രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീക്കിവെക്കണമെന്നുള്ള ഒരു കർശന നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജില്ലാ ഭരണകൂടം, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് സ്വകാര്യ ആശുപത്രികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഓരോ ദിവസത്തെയും കിടക്കകൾ കോവിഡ് രോഗികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് നീക്കിവെച്ചിരിക്കുന്ന കിടക്കകളുടെ എണ്ണം എത്രയാണ് എന്ന് ഓരോ ദിവസവും ആരോഗ്യവകുപ്പിന് കണക്ക് നൽകണമെന്ന ഒരു കർശന നിർദ്ദേശവും കൂടിയാണ് ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ കൂടുതൽ ജീവനക്കാരെ, താൽക്കാലിക ജീവനക്കാരെ കൂടി നിയമിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയിട്ടുണ്ട്. അപർണ, ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇന്നും എറണാകുളം ജില്ലയിൽ തന്നെയാണ്. 9,453 പേർക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1 ലക്ഷത്തിനടുത്ത് സാമ്പിളുകൾ പരിശോധിച്ചിരിക്കുന്നു. 1,600,000 മാത്രമാണ് കുറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 5,37,909 പേർ നിരീക്ഷണത്തിലുണ്ട്. വിവരങ്ങളാണ് സനോജ് സരേന്ദ്രൻ എറണാകുളം ജില്ലയിൽ നിന്ന് സംസ്ഥാന തലത്തിലുള്ള വിവരങ്ങൾ ആണ് ഉമേഷ് ബാലകൃഷ്ണൻ നൽകിയത്. 42,154 പേർക്ക്. കോഴിക്കോട് ജില്ലയിൽ 4,074 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ലിൻഷ മാങ്ങാട് വിശദാംശങ്ങളുമായി. ലിൻഷ, കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്നത്തെ കണക്ക് TPR നിരക്ക് അത് ഏത് രീതിയിലാണ് കാണേണ്ടത്? ആശ്വാസകരമാണോ? അപർണ, ഇന്നലെ 3,782 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചതെങ്കിൽ അത് ഇന്ന് 4,074 പേർക്കായിരിക്കുന്നു. നേരിയ തോതിലുള്ള വർധനവ് കോഴിക്കോട് ജില്ലയിലുണ്ട്. പക്ഷേ കഴിഞ്ഞ തുടർച്ചയായ ദിവസങ്ങളിൽ കോവിഡ് കണക്കുകൾ കുത്തനെ കുറയുന്നുണ്ടായിരുന്നു. അത് ജില്ലയെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമായിരുന്നു. എന്നാൽ ഇന്ന് ചെറുതായിട്ട് കൂടിയത് ജില്ലയിൽ ഒരു കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് ഉണ്ട് എന്നുള്ള കണക്ക് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് നിയന്ത്രണങ്ങൾ പൂർണ്ണമാണ്. എന്നിരുന്നാലും ആളുകൾ കൂട്ടം കൂടുന്നത് പഴയൊരു വലിയൊരു ലാഘവത്തോടെയാണ് ആളുകൾ വീണ്ടും അതെടുക്കാൻ തുടങ്ങിയത് എന്നൊരു പ്രശ്നം നമുക്ക് മുന്നിലുണ്ട്. ആ ഒരു കാര്യം ജില്ലാ ഭരണകൂടം കൂടുതൽ ശക്തമായി തന്നെ നോക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു കണക്ക് കൂടിയത് കൊണ്ട് തന്നെ കൂടുതൽ നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ജില്ലാ ഭരണകൂടം നിർബന്ധിതരാകും. അങ്ങനെ വരികയാണെങ്കിൽ വരും ദിവസങ്ങളിലും കൂടുതൽ മാനാഞ്ചിറയിലും ബീച്ചുകളിലും നിയന്ത്രണത്തിൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. ആ കുറവുകൾ പരിഹരിക്കുമെന്ന് തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള കണക്ക്. എന്തായാലും 4,074 പേർക്ക് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപർണ, റൈറ്റ്. ലിനിഷ, 1000 ഒരു വർധനവ് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നു. ആശ്വാസകരമായിട്ടുള്ള വാർത്തയല്ല. അതേസമയം രാജ്യത്ത് കോവിഡ് കണക്കുകൾ കുറയുകയുമാണ്. 42,000 പരം പേർക്കാണ് ഇന്ന് കേരളത്തിൽ മാത്രം കോവിഡ് സ്ഥിരീകരിച്ചത്.